ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് സുഖമായിട്ട് പോണു. നമ്മുടെ പിള്ളേരുകൾ കിടന്ന് പിന്നെ ആദത്തിനെ നമ്മളെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തി. ആദം നമ്മുടെ വർത്താനം കേട്ട് ചെറുതായിട്ടൊന്ന് എനിറ്റു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചേട്ടാ ഇൻ്റർവ്യൂവിന് പോയേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്ന ചെറിയൊരു മിനിറ്റ് എന്തോ ഉള്ളൂ തോന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ബാക്കി വിശേഷങ്ങളാണ് പറയൂട്ടാ. ഏതാരോ നിങ്ങളെ തോമസ് പാല് കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കി. ഇതാരത് അപ്പ വന്നപ്പേ മണിയായില്ലേ? ഒരു ഡാൻസ് കളിക്കണ് അപ്പനെ കണ്ടിട്ട്. അപ്പ എങ്ങടെ പോയാതാ? ദുബായിക്കാ? എങ്ങനെയുണ്ടായി? സുഖം ഉണ്ടായ? കുട്ടിച്ചാന്റെ വീട്ടിക്ക് പോയിന്നവൻ. പിന്നെ എന്നിട്ടൊക്കെ പറ്റിയെന്ന് പറഞ്ഞു കൊടുക്കും അപ്പനോട്. റിപ്പോർട്ടർ അപ്പാപ്പൻ വന്നുന്നാ? അപ്പനല്ലട വന്ന കുർണി. അപ്പാപ്പൻ വന്നുന്നാക്കി. വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട. എന്തിനാ കൊടുക്കണേ? എവിടെ കേറിയിരിക്കണ? ആരാന? ദൈവമേ, അപ്പന ആനയാക്കി. നന്നായിണ്ട്. ദൈവം അപ്പന് വയ്യണ്ടാവില്ലേ? അപ്പന് വയ്യണ്ടാവില്ലേ? ഗ്യാസ് കുറ്റിയാ? വേണ്ട മതി. അതിനാരും ഇഷ്ടം കൂടുതല്? അതിന് കൂടുതൽ ഇഷ്ടം അറിയാ? കൂടുതൽ ഇഷ്ടം അറിയാന്ന് അപ്പനാ? കണ്ട അപ്പനാരാന്ന്? ഇനി കോലുമിഠായി വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടാ. മിഠായി വേണ്ട, എനിക്ക് കോലുമിഠായി മതി. അബ്രുവിന് കൊണ്ടുപോയി കോലുമിഠായി വാങ്ങിച്ചു കൊടുത്തു. അവനൊന്നും വേണ്ട കേട്ടാ. നീ നന്നായിണ്ട്. എന്നിട്ട് JCB-യാ? എനിക്കിതില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല, ഞാൻ പറയണില്ല. നിങ്ങളുടെ അടുത്ത് ആൾ തന്നെ പറയട്ടെ. ഇന്റർവ്യൂവിന് പോയിട്ടായിരുന്നു. 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നേരം ചോദിക്കുക പറയാൻ. പിന്നെ എന്നിട്ടാണ് പറയാൻ വന്നത്. ഫസ്റ്റ് ഇന്റർവ്യൂ കുഴപ്പമുണ്ടായിരുന്നില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. രണ്ടാമതും 2 ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ അത് രണ്ട് രാജ്യത്തേക്കുള്ളതാണ്. 2 രാജ്യം ഏതാണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല, കാരണം അത് 2 ഏകദേശം കൺഫേം ആണ്. അപ്പം നമ്മൾ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുള്ളൂ നമ്മൾ എവിടേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ ഒന്നും ആവാണ്ട് ഫുൾ പ്ലാൻ ഇതാവാണ്ട് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ പറയും നിങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു, നിങ്ങൾ തുണ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഇത് വേണ്ട. നമ്മൾ എന്തായാലും പറയുന്നത് സത്യമായിരിക്കും. കാരണം ഒരു ജെന്യൂനാലിറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ സത്യസന്ധത നമ്മൾ ഇതാവാൻ പാടില്ല. അവസാനം പറയണത് നിങ്ങൾ വെറുതെ പറഞ്ഞാന്ന് പറയാൻ പാടില്ല. അപ്പം നമ്മൾ ഏതാണ് കൺഫേം ആവണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാം ഏത് സ്ഥലത്തേക്കൊക്കെ പറഞ്ഞ ഇൻ്റർവ്യൂ എന്തായിരുന്നു അതിൻ്റെ ഇതെന്നുള്ളത്. പിന്നെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ
എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂവിന്. ഒരു 45, 46 വയസ്സും 50 വയസ്സൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു സങ്കടം പോലെ തോന്നി. കാരണം നമ്മൾ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോണേ. എന്താ ഒരു ഇത്, കാരണം അവർ എന്നോട് ചോദിച്ചു എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വലിയ കാര്യത്തിലൊന്നും പറയാൻ പോയില്ല. എന്നാലും പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ എത്ര നാളെ നാട്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 6 മാസമായി വന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം തോന്നി. കാരണം നമ്മൾ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. അതുപോലെ കുറേ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ സെലക്ട് ആയി എന്ന് അവർ നമ്മളോട് പറയും. സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലൊരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടിയില്ല ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായി. നമ്മളിങ്ങനെ ചോദിക്കില്ല പരീക്ഷ എങ്ങനെ ഉണ്ടായി ആൾക്കാരോട് ചോദിക്കില്ല. അതുപോലെ കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അത് ജോലി സംബന്ധമായ അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, അത് ടെക്നിക്കൽ പരമായ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞു ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും കിട്ടിയില്ലേ കയറി കൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് ഇപ്പം നമ്മളോട് ഏജൻസി വഴി നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ അവരോട് പറയും ചെയ്തു ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് അവർ വിളിക്കണത്. കാരണം ഞാൻ അവിടെ എത്തിയപ്പോൾ ഓൾറെഡി നേരം വൈകി. എന്നാലും നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു 4ാമതൊക്കെ ആയിട്ട് വിളിച്ചിട്ട് ചെന്നൊരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അത് ഇവിടെയാണെങ്കിലും അവിടെ ആണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ആ 2 ഇൻ്റർവ്യൂ ഒരു ദിവസം അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ നിന്നത്. അങ്ങനെ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ ശരിക്കും മോളോട് വിളിച്ചിട്ട് പറഞ്ഞൊന്നുമില്ല എന്നിട്ടാണ് സംഭവം ഉണ്ടായിരുന്നത്. ഇതുവരെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ജോലി അതായത് ജോലി കിട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ്. 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ആളുടെ ചോയ്സാണ്. ആളുടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും കൂടി നമുക്ക് ആലോചിച്ച് അതായത് നമ്മുടെ അപ്പച്ചനോടും അമ്മോടൊക്കെ ചോദിച്ചു എല്ലാവരോടും ചോദിച്ചു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കും നമ്മൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. കാരണം ജോലി കളഞ്ഞ തീരുമാനം എൻ്റെ മാത്രമായിരുന്നു. പക്ഷെ അതിന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂവിന് പോണ സമയപ്പോഴും പിന്നെ എന്താണ് പറയാ, പിന്നെ ഇവിടെ ഫുള്ള് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്റർവ്യൂ വന്നെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മള് ഇവിടെ ഇനിയിപ്പോ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇവിടുന്ന് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളത് അതിന് വേണ്ടിട്ട് വലിയ ഇത് നോക്കണില്ലല്ലോ. ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് ചെറുതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോ ഇത് വന്നു. അങ്ങനെ സെറ്റായി. കിട്ടിയത് ഒരു ദിവസം രാത്രി ഫേസ്ബുക്ക് വഴിയാണ് നമുക്ക് ഇത് കിട്ടിയേട്ടാ. അത് കണ്ടപ്പോൾ അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ ഏജൻസിക്കാർ വിളിച്ച് പിറ്റേ ദിവസം നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ അയച്ചു കൊടുത്ത് പ്രൂഫുകളെല്ലാം. അപ്പോൾ അവർ ഓക്കെ ഇന്റർവ്യൂ ഒന്നും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അന്ന് തന്നെ വേറൊരു ഇതും കൂടി കിട്ടി. അപ്പോൾ അങ്ങനെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്. ജോലി എന്തായാലും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ദൈവം സഹായിച്ച എല്ലാവരും പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യുദ്ധമാണ് എന്തായാലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് പോകാറാവും. പിന്നെ അത് ജോലി കിട്ടിയെന്ന് മാത്രം പറയല്ലോ, പിന്നെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, 2 ഓപ്ഷൻ ഉണ്ട്. ആ 2 ഓപ്ഷനിൽ നമ്മളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കും. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ യുദ്ധമൊക്കെ തീർന്ന് നമുക്ക് പോകാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല ശരിമോളെ? അല്ല നമ്മുടെ ഓപ്ഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കും. പിന്നെ എന്താണെന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. അടുത്ത വീഡിയോയിൽ പറയാന്നുള്ളത് അറിയില്ല കേട്ടാ. അടുത്ത വീഡിയോയിൽ പറയാ നമ്മൾ തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ചിട്ട് നിങ്ങളോട് പറയാം. അതായത് നമുക്ക് അതിനുള്ള ഓഫർ ലെറ്ററും കാര്യങ്ങളും ഇതുകളൊക്കെ വന്നതിന് ശേഷമല്ല നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഒരു ഓഫർ ലെറ്റർ അയക്കില്ലല്ലോ, അതിന് സമയം എടുക്കില്ലേ. അപ്പൊ ഇനി നമ്മളെല്ലാം തീരുമാനമായി കഴിയുമ്പോ നമ്മൾ അറിയിക്കും. എന്തായാലും നിങ്ങളെ നമ്മളെ അറിയിക്കാം. ആദ്യത്തിന് ഞാന് താഴ്ത്ത് കിടത്തി ഉറക്കി. ഇപ്പൊ ഇവന് ഉറക്കത്തിൽ കിടന്ന സ്റ്റേജ് മോളെന്ന് പറഞ്ഞ് വിളിക്കണ കാരണം ഞാൻ മോളിക്ക് കിടത്തി, ഇവിടെ കൊണ്ട് കിടത്തി. ഇനി അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മള് കരച്ചിൽ കേൾക്കുമ്പോഴേക്കും ഓടിപ്പടഞ്ഞ് താഴ്ത്തിക്ക് ഓടണം. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഓട്ടാണ് ഉച്ചയാകുമ്പോ. അപ്പൊ ആ ഓട്ടം ഇല്ലാണ്ടിരിക്കും ഇവിടെ കൊണ്ട് കിടത്തിപ്പ ആശാൻ എനിക്ക് എന്നിട്ട് പറയുന്നതാ അബ്രു ഉറങ്ങിന്ന്. അബ്രുവിടെ കിടന്ന് ഉറങ്ങണ്ട്.
എന്റെ വീണ്ടും കിടന്നുറങ്ങിയ അങ്ങോട്ടോ അതാ അപ്പക്ക് എങ്ങടെ പോണ്ടേ അതാ അമ്മ മിണ്ടാൻ്റെ നിക്ക് അതെങ്ങനെ പറയാന്നറിയോ അമ്മ മിണ്ടാൻ്റെ നിക്ക് ചവിട്ടാ അപ്പൊ മിണ്ടാൻ്റെ നിക്ക് അമ്മ മിണ്ടാൻ്റെ നിക്ക് പറയല്ലേടാ. പിന്നെ അപ്പൊ അങ്ങനെ കാര്യങ്ങള് അപ്പൊ നമ്മള് അത് നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളോട് നമ്മള് പറയുന്നതായിരിക്കും. ഇത് പിന്നെ മറ്റേ സിനിമയിലിട്ട വീഡിയോ പോലത്തെ ഫ്രാങ്ക് വീഡിയോ അല്ല കേട്ടോ. ഫ്രാങ്ക് അല്ല പ്രാങ്കും ഗ്രൂങ്കും അതൊന്നല്ല. ഇത് നമ്മള് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായി നോണ പറയുന്നതല്ല സത്യമായിട്ട് പറയുന്നതിനാണ് നിങ്ങൾ വിശ്വസിച്ചോളാൻ. പിന്നെ എന്തിനാണ് പറയാ ഞാൻ ഇല്ലാണ്ടിരുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇയാള് പോയി കഴിയുമ്പോ ഇഷ്ടംപോലെ എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. പിന്നെ അത് ബേബി ഞാൻ വന്നപ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തന്നു. എന്റെ മോനെ കോലുമിട്ടായി കൊടുത്തു. ഹാപ്പിയാണ്. ആ കോലുമിട്ടായി ഞാനൊരു പീസ് തിന്നു. അതിനിവിടെ തല്ല് നടന്നു. അമ്മ തിന്നു. അതൊന്നും തിന്നു. പിന്നെ ആളപ്പൊ തന്നെ വേഗം വന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയപ്പോ പിന്നെ നമ്മൾ അധികം വീഡിയോ അന്ന് അപ്പൊ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ലേ. കാരണം ഓൾറെഡി രാവിലെ പോയതാണ്. വൈകുന്നേരമായി പിന്നെ വന്നു കഴിഞ്ഞപ്പോ പിള്ളേരാണെങ്കിൽ അബ്രു ആണെങ്കിൽ മേത്ത് ഇറങ്ങണില്ല. അല്ലെങ്കിൽ അബ്രു എന്നെ ഞെട്ടിച്ചേർന്നിട്ടേ വൈകുന്നേരം ഉറങ്ങുമ്പോ വരെ ഇവളുടെ കൈക്ക് പോകണ്ടായില്ല. അല്ലെങ്കിൽ അബ്രു എന്റെ കയ്യിന്ന് അപ്പയുടെ കഴിക്കാം അപ്പാപ്പന്റെ കൈക്ക് പോലും മുന്നേ കുറവ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ആളുടെ കൈക്ക് പോകാൻ ഭയങ്കര മടിയുള്ളവനാ. ഇത് ചാടി ചാടി ആളുടെ കൈക്ക് പോണ്. പിന്നെ കറിയണ് ബഹളം എന്ത് ചെയ്ത ഇങ്ങോട്ട് പറഞ്ഞില്ല. കൊച്ചിനൊരു മാറി നിന്നപ്പോഴേക്കും കൊച്ചിന് മനസ്സിലായി അപ്പൻ മാറി നിന്നിട്ടുണ്ട് പോവാണെന്ന്. ഒട്ടിപ്പിടിച്ചിങ്ങനെ പറ്റി പിടിച്ചിരിക്കണവൻ. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക നമ്മുടെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടക്കാനും ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാനും എല്ലാത്തിനും നല്ലൊരു ഇതുണ്ടാവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതുവരെ പ്രാർത്ഥിച്ചു കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അയ്യോ അത് കൂട്ടുപോയിട്ടാ ആദ്യം നിന്ന് തിന്നേ സിപ്പപ്പ് തിന്നു പറഞ്ഞ എല്ലാവരോടും. സിപ്പപ്പ് എങ്ങനെ തിന്നേന്ന് പറയും. അതോങ്ങ അമ്മോങ്ങട്ടെ അപ്പോങ്ങട്ടെ. അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ അമ്മ മിണ്ടാണ്ട് എനിക്ക് വേണോ മമ്മയാ. ഏത് മമ്മ? അത് ഹസിക്കുട്ടൻ ഡിന്നിനെ വിളിക്കാനായിട്ടാണ് മമ്മ മമ്മ എന്ന് വിളിക്കാനായിട്ടാണ് മമ്മ. അപ്പൊ പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എനിക്കും ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും കെട്ടിയവന് ജോലി ഇല്ല എന്ന് പറയുമ്പോഴും ചിലപ്പോ ചിലവരുടെ വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു അവരൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് കേൾക്കുമ്പോ ഒരു ഇത് ഉള്ളിലൊരു ടെൻഷനും വിഷമവും. നീ പോയി നമ്മളൊരു സ്ഥലത്ത് പോയി അവിടുന്ന് ജോലി കണ്ടുപിടിക്കണം, അവിടെ നിൽക്കണതിനുള്ള എക്സ്പെൻസ്, പിന്നെ ജോലി എത്ര മാസം കഴിയുന്നുള്ള കിട്ടുന്നുള്ള പേടി, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ ടെൻഷനുകളും വ്യാധികളും ഉള്ളിൽ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഇതിലൊരു ആശ്വാസത്തിലെത്തിയിട്ടുണ്ട് ഇപ്പൊ. പിന്നെ എന്നിട്ടാണ് അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയോളം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ഉമ്മ ഐ ലവ് യു. അവർക്കാണ്, എനിക്കല്ല, അവർക്ക് എല്ലാവർക്കും ഐ ലവ് യു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞേ. സബ്സ്ക്രൈബ്, കമന്റ്, പിന്നെ ഷെയർ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്യട്ടാ. ബൈ.